യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ പശ്ചിമേഷ്യൻ ആകാശത്ത് ഇരുണ്ടു നിൽക്കുമ്പോൾ ലോകം മുഴുവൻ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണെന്ന് ഭയപ്പെട്ടിരുന്നു. ഇസ്രയേലും അമേരിക്കയും ഒരറ്റത്തും ഇറാൻ മറുവശത്തുമായി അണിനിരന്ന ഈ പോരാട്ടം സർവനാശത്തിലേക്ക് നയിക്കുമെന്ന് തോന്നിപ്പിച്ച നിമിഷങ്ങളിലൂടെയായിരുന്നു കടന്നുപോയത്. ഇറാനെ നാമാവശേഷമാക്കുമെന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ ലോകവിപണിയെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ആഗോള രാഷ്ട്രീയ നിരീക്ഷകരെ ഒന്നടങ്കം അമ്പരപ്പിച്ചുകൊണ്ട് അമേരിക്കൻ നിലപാടുകളിൽ മയപ്പെടൽ ദൃശ്യമായി. എന്തിനും തയ്യാറായി നിന്ന അമേരിക്ക പെട്ടെന്ന് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? കേവലം സമാധാനത്തോടുള്ള സ്നേഹം കൊണ്ടല്ല ഈ പിന്മാറ്റമുണ്ടായത്. മറിച്ച് അമേരിക്കയുടെയും ട്രംപിൻ്റെയും സാമ്പത്തിക അടിത്തറയെ തന്നെ തകർത്തെറിയാൻ പോന്ന ഇറാന്റെ അതിബുദ്ധിപരമായ ഭൗമ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് ഈ നിർണായക തീരുമാനത്തിന് പിന്നിലുള്ളത്. ഏതൊരു അമേരിക്കൻ പ്രസിഡന്റിനെയും പോലെ ഡൊണാൾഡ് ട്രംപിൻ്റെയും ഏറ്റവും വലിയ ശക്തിയും ദൗർബല്യവും അമേരിക്കയുടെ സാമ്പത്തിക വ്യവസ്ഥയാണ്. ഈ രഹസ്യം കൃത്യമായി മനസ്സിലാക്കിയാണ് ഇറാൻ തങ്ങളുടെ കരുക്കൾ നീക്കിയത്. ഇസ്രയേൽ ഇറാന്റെ ദക്ഷിണ വാതകപ്പാടമായ സൗത്ത് പാഴ്സിൽ ബോംബിട്ടതിന് തൊട്ടു പിന്നാലെ ഖത്തർ ഗ്യാസ് പ്ലാന്റിന് നേരെ നടന്ന അപ്രതീക്ഷിത ആക്രമണം ഇതിന്റെ മികച്ച ഉദാഹരണമാണ്. അതൊരു സാധാരണ ആക്രമണമായിരുന്നില്ല, മറിച്ച് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും നൽകിയ വ്യക്തമായ ഒരു സന്ദേശമായിരുന്നു. അമേരിക്കയോ ഇസ്രയേലോ ഇറാന്റെ ഊർജ്ജ മേഖലകളെയോ അടിസ്ഥാന സൗകര്യങ്ങളെയോ ആക്രമിച്ചാൽ ഗൾഫ് മേഖലയിലെ മുഴുവൻ ഊർജ്ജ സൗകര്യങ്ങളും തകർത്തെറിയുമെന്ന മുന്നറിയിപ്പായിരുന്നു അത്. ലോകത്തിന്റെ ഊർജ്ജ വിതരണ കേന്ദ്രമായ പശ്ചിമേഷ്യ കത്തിയെരിഞ്ഞാൽ ക്രൂഡ് ഓയിൽ വില അനിയന്ത്രിതമായി കുതിച്ചുയരുമെന്ന് അമേരിക്കയ്ക്ക് വ്യക്തമായി അറിയാം. എണ്ണവില വർദ്ധിക്കുന്നത് അമേരിക്കൻ പൗരന്മാരുടെ നിത്യജീവിതത്തെ ബാധിക്കുകയും പണപ്പെരുപ്പം കുത്തനെ ഉയർത്തുകയും ചെയ്യും. ഇത് സ്വന്തം രാജ്യത്ത് വലിയ ഭരണവിരുദ്ധ വികാരത്തിന് കാരണമാകുമെന്നും തന്റെ രാഷ്ട്രീയ ഭാവിയെ അത് ഇല്ലാതാക്കുമെന്നും ട്രംപ് ഭയപ്പെടുന്നു. ഈ സാമ്പത്തിക ഭയം തന്നെയാണ് അദ്ദേഹത്തെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച പ്രധാന ഘടകം. സൈനിക ശക്തിയിൽ അമേരിക്കയോട് കിടപിടിക്കാൻ ഇറാന് കഴിയില്ലായിരിക്കാം. എന്നാൽ ലോകത്തെ മുൾമുനയിൽ നിർത്താൻ പോന്ന തുറുപ്പ് ചീട്ടുകൾ അവരുടെ കൈവശമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹോർമൂസ് കടലിടുക്ക്. ആഗോള എണ്ണ വിതരണത്തിന്റെ സിരയായ ഈ കടൽപ്പാത അടച്ചുപൂട്ടാനുള്ള ഇറാന്റെ തീരുമാനം അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധരുടെ ഉറക്കം കെടുത്തി. ഹോർമൂസ് അടയ്ക്കപ്പെട്ടാൽ ലോക സമ്പദ് വ്യവസ്ഥ അക്ഷരാർത്ഥത്തിൽ ശ്വാസം മുട്ടും. ഇതോടൊപ്പം അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം അമേരിക്കയെ പ്രതിരോധത്തിലാക്കി. ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക ഈ താവളങ്ങളെ ഉപയോഗിക്കുന്നതിനാൽ അവ നശിപ്പിക്കുക എന്നത് ഇറാന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. സ്വന്തം അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തടവിലാക്കാൻ ഇറാൻ തയ്യാറായി. ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തകർന്നടിയുമെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ വൈറ്റ് ഹൗസ് നിർബന്ധിതമാവുകയായിരുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഇനിയും പൂർണ്ണമായി ഇടപെടാത്ത ഒരു വലിയ ശക്തിയാണ് യമനിലെ ഹൂതികൾ അഥവാ അൻസർ അള്ള. ചെങ്കടലിലെ ബാബ് അൽ മന്ദബ് കടലിടുക്ക് നിയന്ത്രിക്കുന്ന ഹൂതികൾ ഇപ്പോൾ അത് തുറന്നിട്ടിരിക്കുകയാണ്. എന്നാൽ അമേരിക്ക ഇറാനുമായി ഒരു നേരിട്ടുള്ള യുദ്ധത്തിന് മുതിർന്നാൽ ഹോർമൂസും ബാബ് അൽ മന്ദബും ഒരേ സമയം അടയ്ക്കും എന്നത് ഉറപ്പാണ്. ഇത് ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ആഗോള വിപണിയെ വലിച്ചെറിയും. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാൻ അമേരിക്കയ്ക്ക് തങ്ങളുടെ കരസേനയെ ഇറക്കേണ്ടി വരും. അതൊരു ആത്മഹത്യാപരമായ നീക്കവുമായിരിക്കും. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ ബ്രിട്ടീഷ് സഖ്യസേന നടത്തിയ ഗല്ലിപ്പോളി യുദ്ധത്തിന് സമാനമായ ഒരു കെണിയിലാണ് അമേരിക്ക ഇപ്പോൾ പെട്ടിരിക്കുന്നത്. ശത്രുവിന്റെ തന്ത്രപ്രധാനമായ കടലിടുക്കുകൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് സേനയ്ക്ക് അന്ന് കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. സമാനമായ ഒരു ചരിത്രപരമായ അബദ്ധം ആവർത്തിക്കാൻ അമേരിക്കൻ സൈനിക നേതൃത്വം തയ്യാറല്ല എന്നതാണ് ട്രംപിനെ പെട്ടെന്നുള്ള പിന്മാറ്റത്തിന് പ്രേരിപ്പിച്ചത്. ഈ സംഘർഷം ഒരിക്കലും ഇറാൻ ആഗ്രഹിച്ച ഒന്നായിരുന്നില്ല. ഇത്തരമൊരു യുദ്ധം ഒഴിവാക്കാൻ അവർ പരമാവധി ശ്രമിച്ചിരുന്നു. 2015 ലോക ശക്തികളുമായി അവർ ഒപ്പുവെച്ച ആണവ കരാർ മേഖലയിലെ സമാധാനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു. എന്നാൽ ട്രംപിന്റെ ഭരണകാലത്ത് യാതൊരു പ്രകോപനവുമില്ലാതെ അമേരിക്ക ആ കരാറിൽ നിന്ന് പിന്മാറി. പുതിയ ചർച്ചകളിലൂടെ അമേരിക്കയുമായി ഒരു ധാരണയിലെത്താൻ ഇറാൻ തയ്യാറായിരുന്നുവെന്ന് ബ്രിട്ടന്റെയും ഒമാന്റെയും ഉന്നത നയതന്ത്ര പ്രതിനിധികൾ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപിനും വേണ്ടിയിരുന്നത് സമാധാനമല്ല, മറിച്ച് ഇറാനെ സൈനികമായി തകർക്കുക എന്നതായിരുന്നു. ഇറാന്റെ ഭരണകൂടം വലിയ പ്രതിരോധമില്ലാതെ പെട്ടെന്ന് തന്നെ തകർന്നു വീഴുമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ ആ കണക്കുകൂട്ടലുകൾ പൂർണ്ണമായും പിഴച്ചു. നിരന്തരമായ ആക്രമണങ്ങളിലൂടെയും ഇറാന്റെ നേതാക്കളെ വധിക്കുന്നതിലൂടെയും അവരുടെ കമാൻഡ് സ്ട്രക്ചറൽ തകർക്കാനാണ് ഇസ്രായേൽ കരുതിയത്. പക്ഷേ ഇറാൻ തളർന്നില്ല എന്ന് മാത്രമല്ല, അപ്രതീക്ഷിതമായ കോണുകളിൽ നിന്ന് അതിശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു. ഏഷ്യൻ സുരക്ഷയ്ക്കും ആഗോള സാമ്പത്തിക ഭദ്രതയ്ക്കും ഭീഷണിയായി മാറിയ ഈ അവസ്ഥയുടെ പ്രാഥമിക ഉത്തരവാദിത്തം ഇസ്രയേലിന്റെ അധിനിവേശ മോഹങ്ങൾക്കാണ്.
യുദ്ധഭീതികൾക്കിടയിൽ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ചത് സാമ്പത്തിക വിപണിയിലെ അസാധാരണമായ ചാഞ്ചാട്ടമാണ്. പരമ്പരാഗതമായി യുദ്ധകാലങ്ങളിൽ ഓഹരി വിപണികൾ തകരുമ്പോൾ നിക്ഷേപകർ ഓടിയെത്തുന്നത് സ്വർണത്തിലേക്കാണ്. ഇത് സ്വർണ്ണവില കുതിച്ചുയരാൻ കാരണമാകാറുണ്ട്. എന്നാൽ ഇത്തവണ സംഭവിച്ചത് നേരെ വിപരീതമാണ്. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു എന്ന് മാത്രമല്ല, കേരളത്തിൽ പവൻ വില 1,00,000-നും താഴേക്ക് പോയേക്കാമെന്ന അവസ്ഥയിലുമെത്തി. ഇതിന് കാരണമായത് ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ കുതിപ്പാണ്. യുദ്ധം കാരണം എണ്ണ വിതരണം തടസ്സപ്പെടുമെന്ന ഭീതിയിൽ എണ്ണവില കുതിച്ചുയർന്നപ്പോൾ അത് ലോകമെമ്പാടും വലിയ പണപ്പെരുപ്പത്തിന് കാരണമാകുമെന്ന് നിക്ഷേപകർ ഭയന്നു. പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ കേന്ദ്ര ബാങ്കുകൾ പലിശ നിരക്ക് ഉയർത്തുമെന്ന സൂചനകൾ വന്നതോടെ അമേരിക്കൻ കടപ്പത്രങ്ങളുടെ ആദായ നിരക്ക് വർദ്ധിച്ചു. ഇതോടെ സുരക്ഷിത നിക്ഷേപമായിരുന്ന സ്വർണം വിറ്റൊഴിവാക്കി കൂടുതൽ ആദായം ലഭിക്കുന്ന ഡോളറിലേക്കും അതുപോലെ കടപ്പത്രങ്ങളിലേക്കും നിക്ഷേപകർ ഒഴുകി. ഈ വിൽപ്പന സമ്മർദ്ദമാണ് സ്വർണത്തെ താഴേക്ക് വലിച്ചത്. വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി എങ്ങനെയാണ് സാധാരണക്കാരന്റെ നിക്ഷേപങ്ങളെയും സ്വർണ്ണാഭരണ വിപണിയെയും തകിടം മറിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ചുരുക്കത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചിട്ടില്ല. അതൊരു താൽക്കാലിക വിരാമം മാത്രമാണ്. ട്രംപിന്റെ പിന്മാറ്റം സമാധാനത്തിലേക്കുള്ള ചുവടുവെപ്പല്ല, മറിച്ച് സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ച ഭയന്നുള്ള ഒരു തന്ത്രപരമായ ഒഴിഞ്ഞുമാറൽ മാത്രമാണ്. വലിയ ബോംബുകൾക്കും മിസൈലുകൾക്കും മാത്രമല്ല, ലോകത്തിന്റെ എണ്ണക്കുഴലുകൾക്കും വാണിജ്യ പാതകൾക്കും ഒരു വൻ ശക്തിയെ മുട്ടുകുത്തിക്കാൻ കഴിയുമെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു. ഇനിയുള്ള യുദ്ധങ്ങൾ നടക്കുന്നത് അതിർത്തികളിൽ മാത്രമല്ല, മറിച്ച് ആഗോള വിപണിയിലെ അക്കങ്ങളുടെ മാറ്റങ്ങളിലൂടെ കൂടിയായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.